കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ പീരിമേട് മത്തായിക്കൊക്കയ്ക്ക് സമീപം റോഡിലെ മണ്ണിടിയുകയും റോഡിന്റെ ഒരു വശം ഇടിയുകയും ചെയ്തു. അപകട സാധ്യത കണക്കിലെടുത്ത് വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞത് മുൻപ് സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ട സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടവർ അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കനത്ത മഴയെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ പീരിമേട് മത്തായിക്കൊക്കയ്ക്ക് സമീപം റോഡിന് താഴ്വശത്തു നിന്നും മണ്ണ് ഇടിഞ്ഞു വീഴുകയും റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും ചെയ്തത്. തത്സമയം വാഹന ഗതാഗതമില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ദേശീയപാതയുടെ ഒരു വശം ഇടിഞ്ഞു പോയതിനാൽ അപകട സാധ്യത കണക്കിലെടുത്ത് വാഹന ഗതാഗതം ഒരു വശത്തുകൂടി മാത്രമാക്കിയിട്ടുമുണ്ട്. ദേശീയപാതയുടെ ഈ ഭാഗം വീതി കുറവായതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പും നൽകി. അതേസമയം റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ ഭാഗത്ത് താഴ്വശത്തായി സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുൻപ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ ഖനനം നടത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടവർ ദേശീയപാതയുടെ സുരക്ഷയെ കരുതി തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പോലീസ് തുടങ്ങിയ ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചുവെങ്കിലും ആരും തന്നെ ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. പാറ ഖനനത്തെ തുടർന്ന് ശക്തമായ മഴ പെയ്തതോടെയാണ് മണ്ണ് ഇളക്കം സംഭവിച്ചതാവാം മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, പീരിമേട്.